ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ ഒരു പ്രൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 to 35 ഏജ് വരെയുള്ളതാണ് നമ്മുടെ പ്രൈം പീരീഡ്. ആ സമയത്ത് നമ്മൾ ഭയങ്കര ഫിസിക്കലി ഫിറ്റാണ്, നമുക്ക് നല്ല ആരോഗ്യമാണ്, നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പീരീഡാണ്. അതായത് സ്റ്റുഡൻറ്റ് വിസ കൊടുത്താലാണ് ആ ഒരു പീരീഡിലുള്ള ആൾക്കാർ കയറി വരുള്ളൂ. ഇതേപോലെ യൂത്ത് മൊബിലിറ്റി സ്കീം ആണെങ്കിലും ഇതൊക്കെ ഈ ഒരു ഫോമിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടുത്തെ എക്കണോമി വളരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എക്കണോമിയിൽ ആളുകൾ വേണം. കൺസംഷന് വേണ്ടിയിട്ടുള്ള എന്ത് ഐറ്റം ആണെങ്കിലും പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ മേടിക്കാൻ ആളുണ്ടെങ്കിലാണ് ഈ എക്കോണമി വളരുള്ളൂ. ഇപ്പോൾ 2000 ഏൺ ചെയ്ത് കഴിഞ്ഞാൽ 1000 പൗണ്ട്സ് നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. ബാക്കി ഒരു 1000 പൗണ്ട്സ് തന്നെയുള്ളൂ. അത് നമ്മൾ നാട്ടിലേക്ക് അയക്കും, അത് നമ്മുടെ ലോൺ അടച്ചു തരും. എന്നിട്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ പ്രൈം പീരീഡിൽ നമ്മളിവിടെ വന്ന് പണിയെടുത്തിട്ട് നമുക്കിവിടെ നിൽക്കാനും അവസരമില്ലാതെ, ഓക്കെ നിങ്ങളുടെ പ്രൈം പീരീഡ് കഴിഞ്ഞു, നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകോ എന്നും പറഞ്ഞ് തിരിച്ച് കയറ്റി വരും. എന്നിട്ട് ദേ ആർ റിപ്പീറ്റിംഗ് ദ സെയിം. അവരെന്ത് ചെയ്യും? പുതിയ പ്രൈം പീരീഡിലുള്ള ആൾക്കാർക്ക് സ്റ്റുഡൻറ്റ് വിസ കൊടുക്കും. 15-20,000 പൗണ്ട്സ് മുടക്കിയ ആൾക്കാരും കൂടി വരും, ഇവിടെ വന്ന് പണിയെടുക്കും. ഈ സൈക്കിൾ ഇവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ അടിമത്തം ഉണ്ടായിരുന്നു. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാശ് മുടക്കി കുറച്ച് ആൾക്കാരെ മേടിക്കും, അവരവരുടെ ആരോഗ്യം തീരുന്നത് വരെ അവിടെ കൊണ്ട് പണിയെടുപ്പിച്ച് തീർത്തിട്ട് അവർ ഇല്ലാതെ ആയി കഴിയുമ്പോൾ അവരെ ഒഴിവാക്കും, എന്നിട്ട് പുതിയ ആൾക്കാരെ മേടിക്കും. അതിന് പകരം ഇങ്ങനൊരു ഓപ്ഷൻ അങ്ങ് ഓപ്പൺ ആക്കിയിടും. നമ്മൾ തന്നെ കാശ് മുടക്കി ഇങ്ങ് വരും, ഇവിടെ വന്ന് പണിയെടുക്കും. എന്നിട്ട് നമ്മൾ പണിയെടുത്ത് നമുക്ക് നടുവേദനയും പ്രശ്നവും കാര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് ഇവിടെ നിൽക്കാൻ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിടും, പുതിയ തലമുറേനെ ഇങ്ങോട്ട് വരുത്തും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.